our Jesus Lives Ministries, distributing living bread to the dying world. Psalms 46 46 സങ്കീർത്തനം വേദപുസ്തകം കൊണ്ടുവന്നവർ തുറക്കുക. അതിന്റെ 4ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിച്ച് സഹായിക്കാം. Psalms 46 verses 4. 46 സങ്കീർത്തനം അതിന്റെ 4ാമത്തെ വാക്യം. ഒരു നദിയുണ്ട്. മതി. എല്ലാവരും പറഞ്ഞ ഒരു നദിയുണ്ട്. എല്ലാവരും പറഞ്ഞ ഒരു നദിയുണ്ട്. ഉറക്കെ പറഞ്ഞ നദിയുണ്ട്. ഏതായിരിക്കും ആ നദി? ഇവിടെ ഞാൻ ഷെഫിലിൽ വന്നപ്പോൾ ആ സ്ഥലത്തോടൊരു നദിയാണോ കനാലാണെന്ന് അറിയത്തില്ല, എന്തായാലും കുറച്ച് വെള്ളം പോകുന്നതുണ്ട്. വേദപുസ്തകം പറയുന്ന നദി ഏതാണ്? അമ്മേ, നാട്ടിലുള്ള ആളുകൾ പറയും ഇത് പമ്പാ നദിയാണ്, നന്ദിക്കാര് പറയും പമ്പാ നദിയാണ്, കൊല്ലംകാര് പറയും അതങ്ങനെയല്ല, വേറെ നദിയാണ്. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ചിന്തിക്കാം ഏതായി നദി. അമ്മേ, വായിക്കാം 65 സങ്കീർത്തനം. 65 സങ്കീർത്തനം അതിന്റെ 9ാം വാക്യം. 65 Psalm 65 verses 9. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഏതാ നദി? ദൈവത്തിന്റെ നദി. ഉറക്കെ പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞ ദൈവത്തിന്റെ നദി. ആമേൻ. പറഞ്ഞ ദൈവത്തിന്റെ നദി. ഈ നദിക്കകത്ത് ഏതെങ്കിലും കുടുംബങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ കണ്ടറിയാം. ഈ നദിയിൽ നിന്നും നനഞ്ഞവനെ കണ്ടറിയാം. ഈ നദിയിൽ നിന്നും പ്രാപിച്ചവനെ കണ്ടറിയാം. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. നിറഞ്ഞു കിടക്കുന്നു. നീയാ പറഞ്ഞ വരൾച്ചയാണ്, നീയാ പറഞ്ഞ ക്ഷാമമാണ്, നീയാ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ നദിക്ക് അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഉണ്ടെന്നില്ല. അത് ഇന്ന് രാവിലെയും ആവശ്യക്കാരന് വേണ്ടി നിറഞ്ഞു കിടക്കുക. പക്ഷെ ഇത് കരയ്ക്കുന്നപ്പോൾ എടുത്ത് ചാടണം, എടുത്ത് ചാടണം. എത്ര പേര് താല്പര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് ചാടി നോക്കാം നമുക്ക്. ആമേൻ. ചിലരെയൊക്കെ ചാടിയില്ലെങ്കിൽ തെള്ളി കിട്ടുന്നു രാവിലെ. ചേർന്ന് പറഞ്ഞ ദൈവത്തിന്റെ നദിയിൽ, പറഞ്ഞ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കണം. നമ്മൾ ദൈവസ്ഥാനത്തിൽ വരുമ്പോൾ സന്തോഷിക്കണം. സന്തോഷിക്കണം. നമ്മൾ ഇരിക്കുന്ന മരണ വീട്ടിലല്ല, നമ്മൾ ആരുടെ അടക്കത്തിന് വേണ്ടി എന്താ പറയാമെന്ന് അതിന്റെ ഒരു സെറ്റപ്പിലല്ല നമ്മളോട് ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പരിപാടി നീ കർത്താവിന്റെ അടുത്ത് വരുമ്പോ ഭയങ്കര ഗൗരവത്തിരിക്കണം. പക്ഷെ കർത്താവിന്റെ പരിപാടി നീ എപ്പോഴും ദൈവത്തിൽ വരുമ്പോൾ സന്തോഷിക്കും. ഇവിടെ നമ്മൾ സന്തോഷിച്ചില്ല, പിന്നെ എവിടെ നമ്മൾ സന്തോഷിക്കും? ദൈവ സന്നിധിയിൽ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ സന്തോഷിക്കാൻ പറ്റും? പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പരിപാടിയാണ് നിന്നെ എന്നും സന്തോഷം തരത്തില്ല. നല്ലോണം ചിരിച്ചാൽ തന്നെ ഒരു വിടുതൽ. അടുത്തിരുന്നാൽ അങ്ങോട്ട് കൂടെ നോക്കി ചിരിച്ചാൽ പല്ല് കാണിച്ച് ചിരിക്കും. അങ്ങനെയെങ്കിലും ഒരു വിടുതൽ നടക്കട്ടെ. ചിരിച്ചാൽ തന്നെ വിടുതൽ. വലിയ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്തേനെ. ഇപ്പൊ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താലും അതിനകത്തൊരു അഭിഷേകം കാണും. ദൈവ സാന്നിധ്യം ഉള്ളതിന്റെ പ്രത്യേകത എന്ത് ചെയ്താലും അതിന്റെ ദൈവ പ്രവൃത്തിയാണ്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. കാര്യം വേദപുസ്തകം പറഞ്ഞ യുദ്ധം നമുക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം ആർക്കുള്ളതാണ്? നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട് നമുക്ക് ഈ പരുക്ക പറ്റി നിൽക്കുന്നത്. നമ്മൾ യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്, പരാജയം പിശാചിനുള്ളത്, വിജയം എനിക്കുള്ളത്. വേണ്ടിയില്ല. ഇത് ഭയങ്കര സിമ്പിളായി ലോജിക്കുക. യുദ്ധം യഹോവയ്ക്കുള്ളത്, കർത്താവ് യുദ്ധം ചെയ്തോണം, പിശാചിന് നീ തോറ്റോണം, ഞാൻ അവൻ ജയമെടുത്തോളാം. നീ യുദ്ധം ചെയ്യാനും പോണ്ട, നീ തോക്കാനും വേണ്ട, നീ ചുമ്മാ ജയിക്കാൻ വേണ്ടി നിന്നാ മതി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ക്രിസ്തുവേശുവിൽ എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം. എല്ലായിടത്തും എല്ലായ്പ്പോഴും പറഞ്ഞു, എല്ലായിടത്തും എല്ലായ്പ്പോഴും. നമുക്ക് അങ്ങനെയില്ല, നമ്മൾ വല്ലപ്പോഴും പലയിടത്തും മാത്രം നമ്മൾ ജയിക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് വിളിക്കുന്നവന്റെ പ്രത്യേകത അവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയിക്കും. മിണ്ടുന്നില്ല, ചേർന്ന് കർത്താവ് പറഞ്ഞേ, എല്ലായിടത്തും
എല്ലായ്പ്പോഴും, എല്ലായിടത്തും, എല്ലായ്പ്പോഴും. കർത്താവിന്റെ പദ്ധതി നിന്നെ എപ്പോഴും ജയിപ്പിച്ചു നിർത്തണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ജയിച്ച യേശുവിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ട്? ആമേൻ. ജയിച്ച യേശുവിന്റെ കൂടെ നിന്നാൽ നീ ജയിച്ചുകൊണ്ടേയിരിക്കും. മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മലയാളം അറിയാത്ത ഒരാളുണ്ട്. ആമേൻ. സാരമില്ല. ആ ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യാം. ആമേൻ. കൂടെ ഉള്ള ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തു. ശക്തിയോടെ ദൈവത്തിന് സ്വന്തം പറഞ്ഞാൽ അല്പസമയം നമ്മൾ വചനം കേൾക്കാൻ പോകും. വളരെ സ്വസ്ഥമായിട്ട്, വലിയ സ്വസ്ഥമായിട്ട് അല്പസമയം വചനം കേൾക്കാൻ പോകും. വചനത്തിന് പ്രത്യേകത ഉണ്ട്. വചനം നിങ്ങളോട് വന്ന് പ്രതികരിച്ചാൽ നിങ്ങളോടുള്ളതാണെന്ന് തോന്നിയാൽ നിങ്ങൾ സ്വന്തം പറയണം. നിങ്ങളോട് അല്ലെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. ആമേൻ. എന്റെ പ്രസംഗം വെളിപ്പെടാനൊന്നും സ്വത്രം പറയണ്ട. നിങ്ങൾ സ്വത്രം പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം. ആമേൻ. നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ സ്വത്രം പറയണം. ആമേൻ. ഈ വചനവുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ആമേൻ. അതുകൊണ്ട് ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോടുള്ള ദൂതൊക്കെ പറയും. ആമേൻ. തലേ കൈവച്ചൊന്നുമല്ല, വചനത്തെ കൂടി ഇങ്ങനെ പറയും. അത് നിങ്ങളോടാണെന്ന് പറഞ്ഞാൽ അങ്ങ് സ്വത്രം പറയണം. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന്റെ സന്നാനം പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പൊ ഈ ഒന്നുകൂടെ പറഞ്ഞേ, യുദ്ധം യഹോവയ്ക്കുള്ളത്. നിങ്ങൾ യുദ്ധം ചെയ്യാതെ പറ, കർത്താവ് യുദ്ധം നിനക്കുള്ളതെന്ന് പറ. അവരൊക്കെ പറ, യുദ്ധം യഹോവയ്ക്കുള്ളത്, പരാജയം പിശാചിനുള്ളത്, വിജയം എനിക്കുള്ളത്. ഫ്രീ ആയിട്ട് നിനക്ക് ജയിക്കാൻ പറ്റും. അങ്ങനെ സൗജന്യമായിട്ട് ജയിക്കാൻ പറ്റും. ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് വരാം. അങ്ങനെ പറയാനുള്ള, പക്ഷെ കഥ പറയാൻ നിർബന്ധം. ആമേൻ. ഒരിക്കൽ ഈ ബോക്സിങ്ങിനും ഒളിമ്പിക്സിന്റെ ബോക്സിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. എന്റെ സുഹൃത്തല്ല, ഒരു സുഹൃത്ത്. ആ പുള്ളി ഇങ്ങനെ രാവിലെ എന്നും 2 മണിക്കൊക്കെ എഴുന്നേറ്റ് പട്ടിണി കിടന്നും ആഹാരം കഴിച്ചും നടന്നും ചാടിയും ഓടിയൊക്കെ ഈ ബോക്സിംഗ് ഇറങ്ങി കിടന്ന് പ്രാക്ടീസ് ചെയ്യും. ഈ സമയത്ത് എല്ലാം ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളും കൂർക്കം മരിച്ചുറങ്ങുക. ഈ പാവപ്പെട്ടവൻ മാത്രം എന്നും രാവിലെ പ്രാക്ടീസ് ചെയ്യുക. അവസാനം എന്തായാലും കൊള്ള ഒളിമ്പിക്സിലേക്ക് പുള്ളിക്ക് സെലക്ഷൻ കിട്ടി. അന്ന് രാവിലെ പുള്ളി പ്രാക്ടീസ് ഒക്കെ ചെയ്തു. എന്തായാലും പുള്ളിക്കാരത്തെയും പുള്ളി ബോക്സിംഗ് റിംഗിലേക്ക് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തെയും മക്കളോടൊക്കെ റെഡിയായിട്ട് എന്തായാലും ഇടി കാണാൻ വന്നു നിന്നു. കുറെ കഴിഞ്ഞ് 3-4 റൗണ്ട് ഇടി കൊണ്ട് 4-5 പല്ലും പോയി. കണ്ണും വെളിയും വന്നു. അവസാനം എന്തായാലും പുള്ളി ജയിച്ചു. ഈ പുള്ളി ജയിച്ചപ്പോ കണ്ണൊക്കെ തൂങ്ങി പുറത്ത് കിടക്കുക. ഈ പുള്ളിക്കാരൻ മെഡലൊക്കെ വാങ്ങിച്ചിട്ട് ബോക്സിംഗ് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഇത്രയും നാളും കിടന്നുറങ്ങിയ ഈ പെണ്ണുമ്പോൾ ഓടി വന്നു ഈ മെഡൽ എടുത്ത് സ്വന്തം കഴുത്തിലോട്ട് ഇട്ട്. പുള്ളിക്ക് യാതൊരു വിഷമമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എടാ, നീ കിടന്ന് ഉറങ്ങിയപ്പോ, നീ കിടന്ന് കൂർക്കം വലിച്ചപ്പോ കാൽവറിയിൽ ഒരുത്തം കിടന്ന് ഇടി കൊണ്ടതാണ്. മനസ്സിലാവുന്ന കണ്ണും കാലും കരളും കൂമ്പും എല്ലാം പുറത്ത് വന്നതാ. ഇനി കർത്താവിന്റെ കൊതി ഇതെടുത്ത് ഇടാനൊരു മണവാട്ടിയെ കാണാം. മിണ്ടിയില്ലല്ലോ, ഞാൻ ചുമ്മാ കഥ പറഞ്ഞു വിട്ടതല്ല. ഇതിനെ സൗജന്യമായിട്ടൊന്ന് എടുത്ത് കഴുത്തൽ ഇട്ടുകൊണ്ട് ഷെഫീൽഡിൽ കൂടെ നടക്കാൻ കർത്താവിന്റെ ഒരു മണവാട്ടിയെ വേണം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇപ്പോഴും യുദ്ധം ചെയ്യരുത്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞു പിശാച്. ഇനി വിജയത്തിന്റെ ട്രോഫി പിടിക്കാനാണ് നിനക്ക് വേണ്ടത്. ലേഖനത്തിനകത്ത് ആ പദം ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയിരിക്കുന്ന പദത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവന്റെ വിജയത്തിന്റെ ട്രോഫികളെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തോ വിജയത്തിന്റെ എന്താ പേര്? ഈ കുഞ്ഞിനെ പിശാച് കാണുമ്പോ കാൽവറിയിലെ വിജയത്തിന്റെ മെഡലാവണം. കാൽവറിയിലെ വിജയത്തിന്റെ ട്രോഫി ആയിരിക്കുന്ന പിശാച് തോൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ കാൽവറിയിൽ നിന്നെ ഒരുത്തൻ ജയിപ്പിച്ചു. ട്രോഫിയൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വേണം രാവിലെ ഇരിക്കാൻ. വിജയിച്ചവരെ പോലെ ഇരിക്കണം. പിശാചിന്ന് രാവിലെ ഇവിടെ കയറി വരുമ്പോൾ തോറ്റ ഒറ്റ മുഖം കാണരുത്. എല്ലാം വിജയിച്ച മുഖങ്ങളായിരിക്കണം. ഇന്ന് പകൽ ദൈവം നിങ്ങൾ ഭയങ്കര അനുഗ്രഹിക്കാൻ പോവുകയാണ്. അടുത്ത സമയം ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം നിങ്ങളോടാണെന്ന് തോന്നും. ആ വചനം നിങ്ങളോടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. ചെറുത കർത്താവിന്റെ സ്വന്തം പറഞ്ഞാട്ടെ. ഒന്ന് പറഞ്ഞ ഒരു നദി ഉണ്ടെന്ന് പറഞ്ഞാട്ടെ. അതിന് തട്ടി കുലിക്കിട്ട് പറഞ്ഞ വിഷമിക്കാൻ ഒരു നദി ഉണ്ടെന്ന് പറഞ്ഞാമേ. ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. എത്ര തണുപ്പാണെങ്കിലും ഭാരപ്പെടേണ്ട ഒരു നദി ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ മകൻ പറയണം, നദി ഇവിടെ കൊണ്ട് ഒഴുകാൻ പോവാ. ഹല്ലേലൂയ. ആ നദി ഒഴുകി കഴിഞ്ഞാൽ ഇവിടുത്തെ പല ഏരിയകളും മുങ്ങും. ആ നദി ചെന്ന് ചേരുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളായിരിക്കും. ആ നദി
ചെന്ന് ചേരുന്നിടത്തെല്ലാം ആത്മാക്കൾ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഒരു വൃക്ഷമായതിന് പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞത് എത്ര വെട്ടി കളഞ്ഞാൽ സാരമില്ല. ആ വെള്ളത്തിന്റെ ഗന്ധം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി, അതിന് പൊങ്ങി വരും. അവൻ ഇന്ന് പകൽ അവൻ നിന്റെ നഷ്ടപ്പെട്ട് കിടക്കുന്ന വാഗ്ദത്തങ്ങൾക്കുമേൽ നദി ഈ പകൽ ഒഴുകാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഈ പകൽ എത്ര നിലത്ത് പഴകിപ്പോയതാണെങ്കിലും എത്ര നിലത്ത് പട്ടുപോയതാണെങ്കിലും ഇന്ന് പകൽ നിന്നെ ചലിപ്പിക്കാൻ ദൈവത്തിന്റെ നദി. പറയുമ്പോൾ ഭയങ്കര ദൈവസ്ഥാനത്ത് ഞാൻ അനുഭവിക്കുന്നു. പറഞ്ഞ വൃക്ഷമായ പ്രത്യാശയുണ്ട്. പറഞ്ഞേ വൃക്ഷമായ പ്രത്യാശയുണ്ട്. അതിന്റെ വേര് നിലത്ത് പട്ടുപോയാലും അതിന്റെ കുറ്റി ഇല്ലാതെ പോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ ഒഴുകണ്ട, അത് ഗന്ധമടിച്ചാൽ മതി. ആമേ. ഇന്ന് പകൽ പിശാച് നിന്റെ മേൽ ആമേൻ ഒരിക്കലും നീ പുറത്തു വരത്തില്ല. ഒരിക്കലും നിന്റെ ചില ഏറിയകളിൽ വിടുതൽ ലഭിക്കത്തില്ല. ഒരിക്കലും നിന്റെ ഏറിയ ആമേൻ ആ ഏറിയ ഓപ്പൺ ആകത്തില്ല എന്ന് പറഞ്ഞ് നീ പോലും വിചാരിച്ചത് പട്ടുപോയെന്ന്. ആമേൻ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ അമ്മ പറയുന്ന അതിന്റെ മേലെ നദി ഒഴുകാൻ പോകും. ആമേൻ. അതിന്റെ മേൽ നദി ഒഴുകി കഴിഞ്ഞാൽ നീ 40 ഇരിക്കണ്ട, 21 ഇരിക്കണ്ട, ഇന്ന് അത് കളിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഇപ്പൊ ദൈവത്തിന് നന്ദി പറയുന്നു. ചേർന്ന് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. ഈ സങ്കീർത്തനം 46 എനിക്ക് ആ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പറഞ്ഞേ ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിന്റെ മധ്യേ വീണാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം മിണ്ടുന്നില്ല. കാരണം ഒരു നദിയുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇതിനേക്കാൾ വലിയ പ്രതികൂലമുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? നിന്റെ പ്രശ്നം എന്തോ അപ്പുറത്തോടൊരു പട്ടി കുറുക്കുകയാണ്, അവിടെ നിന്ന് കണ്ണുകുട്ടി കാണിച്ച്, ഇതൊക്കെയല്ലേ നിന്റെ പ്രതികൂലം. ആമേൻ. ആമേൻ. ഇവിടുത്തെ ഈ പുള്ളിയുടെ പ്രതികൂലം പറയാം, ഭൂമി അങ്ങ് മാറിപ്പോകാൻ. ആമേൻ. പർവ്വതങ്ങളെല്ലാം പുള്ളി നോക്കിക്കൊണ്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുക. ആമേൻ. ഇതിന്റെ എല്ലാം നടുവിൽ മനുഷ്യൻ പറയാം, എനിക്ക് പേടിയില്ലെന്ന്. കാരണം ഞാൻ നിൽക്കുന്ന നദി ഏതാണെന്ന് എനിക്കറിയാം. ആമേൻ. ലോകം മുഴുവൻ വിചാരിച്ചാലും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരുത്തിനെ തൊടാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞു. ആമേൻ. ലോകത്തിന്റെ മുഴുവൻ പിശാചുകൾ എഴുന്നേറ്റ് നിന്റെ വീട്ടിൽ വന്നാലും നിന്റെ മുടിയെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്നെ അതിന്റെ ഉള്ള കാലത്തിൽ വരച്ചിരിക്കുക. ഈ ദൂതിലേക്ക് വന്നതിന്റെ കാരണം നമ്മളെ ഇത് സഹോദരിമാരെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൂതിലേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം ഞാൻ പറയാം, അത് ഈ ചർച്ചിനോടുള്ള ഒരു പ്രവചനമായിരിക്കും എന്ന് തന്നെ മെസ്സേജ്. ഹല്ലേലൂയ. ഇവിടെ ഉള്ള ചില ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ ദൂതായിരിക്കും ഈ പ്രവചനം. ആമേൻ. ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് ആ നിലയിൽ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ അതിനെ സ്വീകരിക്കുക. അത് വലിയ ഡീപ്പ് റെവലേഷൻ ഒന്നുമില്ല, പക്ഷെ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആയിരിക്കും ഞാൻ എല്ലാവരും സംസാരിക്കുന്നത്. ചേർന്ന് പറഞ്ഞ ഒരു നദിയുണ്ട്. ഉറക്കെ പറഞ്ഞ ഒരു നദിയുണ്ട്. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഉറക്കെ പറഞ്ഞ ദൈവത്തിന്റെ നദി. ഉറക്കെ പറഞ്ഞ ദൈവത്തിന്റെ നദി. അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഞങ്ങൾ കാര്യം പെട്ടെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ, ആമേൻ. എല്ലാ നദിയുടെയും ആരംഭം എന്ന് പറയുന്നത്, നമ്മൾ പല നദികളും കാണുന്നുണ്ട്. നാട്ടിൽ ഒഴുകുന്ന പമ്പാ നദി, ഭാരതപ്പുഴ, ആമേൻ എന്ന് വേണ്ട, ആമേൻ 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 നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആമേൻ ബ്രഹ്മപുത്ര, അങ്ങനെയുള്ള ഒത്തിരി നദികൾ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. ഈ നദികളുടെ എല്ലാം ആരംഭം, നിങ്ങളോടുള്ള പ്രവചനമാണ് ഞാൻ ഈ പറയുന്നത്, ഒരു വലിയ തുടക്കമൊന്നും എല്ലാ നദിയുടെ ആരംഭത്തിൽ കാണത്തില്ല. ആമേൻ. നദികളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് 1-2 ഡ്രോപ്പ് വെള്ളം മാത്രമേ തുടക്കത്തിൽ കാണത്തുള്ളൂ. മനസ്സിലാവുന്നു തോന്നുന്നു. ആരോടുള്ള ദൂതല്ല സംസാരിക്കുന്നത്. 1-2 തുള്ളി വെള്ളം മാത്രമേ ഞങ്ങൾക്ക് തുടക്കത്തിൽ കാണത്തുള്ളൂ. ഏതൊക്കെയോ പാറക്കെട്ടിന്റെ ഇടയിൽ കൂടെ ഞെരുങ്ങി താഴേക്ക് വീഴുന്ന 1-2 തുള്ളി വെള്ളം. ആമേ. അതിന് പോലും അതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ആമേ. അതിന് പോലും അത് എത്ര നാൾ മുമ്പോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആമേ. ലോകം പറയും 3 മാസം ഒഴുകും, അത് കഴിഞ്ഞ് തിരികെ പോകും. ആമേ. അവൻ കണ്ടോണ്ടിരിക്കുന്നവർ പറയുന്നവൻ 2 മീറ്റർ കഴിയും, പിന്നെ അവൻ പറ്റുപോകും. ആമേ. ലോകത്തിന് കാണാൻ പറ്റാത്തത് നിന്റെ ആ ചെറിയ തുടക്കത്തിനകത്ത് ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. രാവിലെ ആരെയും നോക്കിയിട്ട് ദൈവം പറയുന്നു, കാലങ്ങൾ കഴിയുമ്പോഴും നീ വലിയ നബിയായി മാറാൻ പോവുകയാണെന്ന്. ചിലരെ നോക്കി വലിയ മൂവായിട്ട് ദൈവത്തിനെ മാറ്റാൻ പോവുകയാണ്. രാജ്യങ്ങളെ കുലുക്കുന്ന, രാജ്യങ്ങളെ പകവാൻ പറ്റുന്ന ഒരു വലിയ മൂവായി ദൈവത്തിനെ മാറ്റാൻ പദ്ധതിയിടുന്നു. ലോകം കാണുന്നത് പോലെ നീ നിന്നെ കാണരുത്. വിശ്വസിക്കുന്ന ജനങ്ങളെ പറ്റി
വിശ്വസിക്കുക, പാസ്റ്ററെ വിശ്വസിക്കുക, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വിശ്വസിക്കുക. ആമേൻ. ലോകം കാണുന്നത് പോലെ അല്ല ദൈവം നിന്നെ കാണുന്നത്. ആമേൻ. നീ ആരാണെന്ന് നോക്കിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ ആരാക്കി മാറ്റാമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. ഇന്നത്തെ നിന്റെ പരിമിതികൾ ദൈവത്തിന് വിഷയമല്ല, ഇന്നത്തെ നിന്റെ ചെറിയ ക്രമീകരണങ്ങൾ ദൈവത്തിന് വിഷയമല്ല. പരിശുദ്ധ ആത്മാവിന്റെ കയ്യിൽ ഒരുത്തനെ കിട്ടിയാൽ അവൻ എവിടെ വരെ എത്തുമെന്ന് ലോകത്തിൽ ആർക്കും പ്രവചിക്കാനും പറ്റത്തില്ല. ആമേൻ. ആത്മശക്തിയുടെ കയ്യിലേക്ക് ഒരുവനെ കിട്ടിയാൽ അവന്റെ റൂട്ട് ഏതാണ്, അവൻ എവിടെ വരെ പോകും ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ പകൽ ആരെയും നോക്കി ദൈവം പറയുന്നു, ഇന്ന് നീ ചെറിയ തുള്ളികളായി പ്രാർത്ഥിക്കാൻ അറിയാത്തവനായി, പ്രസംഗിക്കാൻ അറിയാത്തവനായി, പാടാൻ അറിയാത്തവനായി, വേദപുസ്തകം വായിക്കാൻ അറിയാത്തവനായി ഇന്നത്തെ പകൽ നീ ആയിരിക്കുന്നെങ്കിൽ ആത്മാവ് പറയുന്നു, നിന്നെ എഴുതി തരാൻ ആർക്കും പറ്റത്തില്ല. ലോകത്തിന് കാണാൻ പറ്റാതെ നിന്റെ കൊച്ചു വെളിപ്പാട് മതി, നിന്റെ കൊച്ചു പ്രസംഗം മതി ദൈവത്തിന്. വിശ്വസിക്കരുത്, ഒരു നദി ഇന്നുള്ളത് നിങ്ങളുടെ അകത്തുകൊണ്ട് നിന്റെ ഉപ്പാപ്പൻ പറഞ്ഞ പോലെ കാര്യം നടക്കത്തില്ല, നിന്റെ അമ്മാച്ചൻ പറഞ്ഞ പോലെ കാര്യം നടക്കത്തില്ല, നിന്റെ അമ്മായിയപ്പൻ പറഞ്ഞ പോലെ കാര്യം നടക്കത്തില്ല. നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിന് അറിയാം നിന്നെ എവിടെ എത്തിക്കണമെന്ന്. അവനൊരു നദിയുണ്ട്, നദിയുണ്ട്. 2 തുള്ളികളുടെ അത്രയുള്ള ആരംഭത്തിൽ. ആമേൻ. എല്ലാ വലിയ അവസാനങ്ങളുടെയും പുറകിൽ ഒരു ചെറിയ തുടക്കമാണ്. എല്ലാ മെഗാ ചർച്ചകളും ആരംഭിച്ചത് അങ്ങനെ അല്ല. ഏതോ കൊച്ചു വീട്ടില്ല, മിണ്ടുന്നില്ല. ഓ ഹല്ലേലൂയ. ആമേൻ. കേരളത്തിലെ ബിഗ് മൂവുകളായിരിക്കുന്ന ആമേൻ ഹെവൻലി പീസേഴ്സ്, കർത്താദാസൻ ടിനുവിന്റെ ചർച്ച, ഇതെല്ലാം തുടങ്ങിയത് 3-4 തുള്ളിക്കകത്തുന്ന. ആമേൻ. നാട്ടുകാർ പറഞ്ഞു ആമേൻ ഒത്തിരി മുമ്പോട്ട് പോകത്തില്ല. പിശാച് പറഞ്ഞു ഇവനെ ഒതുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് തുടങ്ങാൻ പറഞ്ഞ ദൈവമാണെങ്കിൽ ആമേൻ, എന്റെ ദൈവം ഈ പ്രമോഷക ദൈവമല്ല, ഒരു പ്രമോഷക ദൈവം. ആമേൻ. വിശ്വസിക്കാൻ പറ്റും. ആമേൻ. ഈ ചെറിയ തുടക്കത്തെ ആമേൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2014, 2015, 2026 റേഞ്ചുകളിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ വലിയ നദിയായി, രാജ്യങ്ങളെ നനയ്ക്കുന്ന ഒരു വലിയ നദിയായി യേശുവിൻ നാമത്തിൽ കൂട്ടം തീരുകയാണ്. വിശ്വസിക്കുക, ദൈവാത്മാവിനാണ് ഈ പുറപ്പെടുന്നത്. ആമേൻ. ചേർന്ന് കർത്താവിന് സ്വപ്നം പറഞ്ഞു, ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. പരിശുദ്ധ ആത്മാവ് എന്തോ ഈ പകൽ ഈ മുറിക്ക് അത് ചെയ്യുന്നു. ഞാൻ ഈ പറയുന്ന തോന്നുന്നു വ്യക്തിപരമായി ആരോ ഏറ്റെടുക്കുന്നു. ആരൊക്കെയോ പറയുന്നത് എന്നോടാ പറയുന്നത്, ആരൊക്കെയോ പറയുന്നത് എന്റെ കുഞ്ഞിനോടുള്ള ദൂതാണെന്ന്, ആരൊക്കെയോ പറയുന്നത് എന്റെ മിനിസ്ട്രി ഉള്ള ദൂതാണെന്ന്. ആരെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകലിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ നിയമങ്ങളെ മനസ്സിലാക്കുന്നു. ഇന്ന് നീ വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കാം, പക്ഷെ നിന്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നും നിനക്കില്ലായിരുന്നു. ഇത്രയും വലിയ ക്രമീകരണങ്ങളൊന്നും നിനക്കില്ലായിരുന്നു. നീ കരഞ്ഞ രാത്രികളുണ്ട്, നീ നിലവിളിച്ച രാത്രികളുണ്ട്. നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നവൻ നീയേ ദൈവമൊന്നും ഇല്ല. ഇതിന്റെ അപ്പുറത്തേക്ക് നടത്താൻ എനിക്ക് പദ്ധതി. വിശ്വസിക്കുക. പറഞ്ഞ ഒരു നദിയുണ്ട്, ഉറക്കെ പറഞ്ഞൊരു നദിയുണ്ട്, ഉറക്കെ പറഞ്ഞൊരു നദിയുണ്ട്, ശക്തിയോടെ പറഞ്ഞ ഒരു നദിയുണ്ട്. 2 വർഷം നദി ഒഴുകാൻ തുടങ്ങി. ആർക്കും അറിയത്തില്ല ഇത് എവിടെ വരെ ഒഴുകുമെന്ന്, എത്ര മീറ്റർ പോകുമെന്ന്, എത്ര നാളിൽ കൂട്ടം നടക്കുമെന്നും പലർക്കും അറിയത്തില്ല. ആമേൻ. പക്ഷെ എങ്ങനെയിരിക്കുമ്പോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ 2-3 തുള്ളികൾ ഇതിന്റെ കൂടെ വന്ന് ചേർന്നു. ആമേൻ. ചെറിയൊരു തോടായി മാറി. ഇപ്പോഴും വലിയ പ്രതീക്ഷിക്കുന്ന നാട്ടുകാർക്കില്ല. ആമേൻ. പക്ഷെ നിന്നെ ഏൽപ്പിച്ച ചേർത്തിൽ നീ വിശ്വസ്തനായിരിക്കും. അല്പത്തിൽ വിശ്വസ്തനായിരുന്ന ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാകും. ചെറിയ കാര്യത്തിനകത്ത് നിന്നെ ഏൽപ്പിക്കുന്നത് പായിടുന്ന പരിപാടിയാണോ? വിശ്വസ്തനായിരിക്കുക. നിന്നെ ഏൽപ്പിക്കുന്നത് മൈൻഡ് സെറ്റ് ചെയ്യുന്ന പരിപാടി, വിശ്വസ്തനായിരിക്കുക. ദൈവത്തിന്റെ പദ്ധതി അല്പത്തിൽ വിശ്വസ്തനായി. ദൈവം ഒരിക്കലും വലിയത് ആരംഭത്തിൽ ഏൽപ്പിക്കത്തില്ല. ദൈവത്തിന്റെ പരീക്ഷകൾ പാസ്സാകാത്തവനെ ദൈവം വലിയത് ഏൽപ്പിക്കത്തില്ല. ഇതിനാലെ ദൈവം പറയുന്നു, നിങ്ങൾ ഇന്ന് പകരം ചെറിയ നദിയായി ഒഴുകുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെയോ ചെറിയ നദികൾ ഇതിന്റെ കൂടെ വന്ന് ചേരാൻ പോകുന്നു. ഇതൊരു ദൂതാണ്, ഇതൊരു പ്രവചനമാണ്. ക്രിസ്ത്യൻ ചർച്ചിനോടുള്ള 2012 അവസാനിക്കുമ്പോഴുള്ള ദൈവത്തിന്റെ പ്രവചനമാണ്. എവിടെ നിന്നൊക്കെയോ
ദൈവം ഈ മൂവിനെ മാറ്റാൻ പോകുന്നത്. ആമേൻ. ഇവിടുത്തെ വണ്ടികൾ ഒരു സ്ഥലത്തേക്ക് പോകും. ആമേൻ. ആളുകൾ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകും. ആയിരങ്ങൾ കൂടി വരുന്ന ആരാധനാലയങ്ങൾ ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. വിശ്വസിക്കുക. ആ നബി ഷഫീഖിനെ മുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുക. Come on, Holy Spirit. കർത്താവേ, നീ അതിനു വേണ്ടി ഒരു തലമുറയെ നിങ്ങളുടെ വിളി ഇവിടെ 5 പേർ, അവിടെ 10 പേർ, ഇവിടെ 3 പേർ, അവിടെ 4 പേർ, അങ്ങനെ കൂടാനല്ല നിങ്ങളുടെ വിളി. അങ്ങനല്ല നിങ്ങളുടെ വിളി. നിങ്ങളുടെ വിളി അതല്ല. പരിശുദ്ധ പറയുന്നു, അവിടുന്നും ഇവിടുന്നും ഇനിയും തോടുകൾ വന്ന് ചേരും ഇതിനകത്താണ്. വലിയ ക്രമീകരണങ്ങളിലേക്ക് ദൈവം മാറ്റാൻ പോകുന്നു. ചുമ്മാ പറയൽ, ഇത് പ്രസംഗിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. പ്രവചിപ്പിക്കുകയാണ്. നീ വിശ്വസ്തനായി നിന്റെ ചെറിയ കാര്യങ്ങൾ നീ വിശ്വസിക്കുക. വിശ്വാസിയായിരിക്കത്തില്ല. ആ ഭൂമിന്റെ നേതാവാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോകുകയാണ്. ആ ഭൂമിന്റെ ലീഡർഷിപ്പിൽ ദൈവം നിങ്ങളെ നിർത്താൻ പോകുകയാണ്. എല്ലാ ഉണർവിന്റെ ആരംഭത്തിൽ നിന്നവർ ആ ഉണർവ് മുമ്പോട്ട് പോയപ്പോൾ ഉണർവിന്റെ നേതൃത്വങ്ങളായി മാറി. ഇന്ന് നിങ്ങൾ പ്രസംഗിക്കാൻ അറിയാത്തവർ, ഇന്ന് പാടാൻ അറിയാത്തവർ, പ്രിയരെ വിശ്വസ്തനായിരിക്കുക. നീ വെറും ജോലി ചെയ്ത് ഹോസ്പിറ്റലിലും ബാങ്കിലും ജോലി ചെയ്തതിന്റെ ജീവിതം കളയത്തില്ല. ദൈവരാജ്യത്തിന്റെ ആളായി ദൈവം നിന്നെ മാറ്റും. പരിശുദ്ധ നിന്റെ കയ്യിൽ കൂടെ രോഗശാന്തികൾ നടക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറും. നീ പ്രാർത്ഥിക്കുമ്പോൾ കാഴ്ചകൾ തിരികെ ലഭിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസറുകൾ സൗഖ്യമാകും. നീ പ്രാർത്ഥിക്കുമ്പോൾ ട്യൂമറുകൾ മാറിപ്പോകും. നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. നീ ഏതോ ദൈവദാസന്റെ സാക്ഷ്യം പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് നിന്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഈ കുഞ്ഞുങ്ങളെല്ലാം വലിയ നബികളായി യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വളരെ വ്യക്തിപരമായി മനസ്സിലാക്കുന്നു. പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് വ്യക്തിപരമായി ഞാൻ തിരിച്ചറിയുന്നു. പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ചില ചോടുകൾ പെട്ടെന്ന് വന്നു ചേർന്നു. ഫാസ്റ്റർ ഇപ്പോഴാ ഒരു തുള്ളിയുടെ നീളം കൂടി, ഒരു തുള്ളിയുടെ വീതി കൂടി, ആ ഒരു തുള്ളിയുടെ സ്റ്റൈല് മാറി. താഴെ കൊടുക്കും തോറും ഇപ്പോൾ വന്നു ചേരുന്ന തുള്ളികളല്ല, ഇപ്പൊ നദികൾ വന്നു ചേരാൻ തുടങ്ങി. ഇതൊരു പ്രവചനം. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ നീ ഒരിക്കലും താഴേക്ക് പോകത്തില്ല. നിന്റെ തലമുറ അവൻ താഴേക്ക് പോകത്തില്ല. കൃപയിൽ നിൽക്കുന്ന വാത്സല്യ പിതാവ്, നിന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീരും. ഹല്ലേലൂയ. വിശ്വസിക്കുക. ആ നദി, ആ ഒരു തുള്ളി താഴെ കൊള്ളുവാൻ തുടങ്ങി. ഇപ്പോൾ നദികൾ വന്നു ചേരാൻ തുടങ്ങി. ഇന്നവരെ ഒരുത്തൻ കൊണ്ടാൻ വിവരമറിയ തക്കവണ്ണമാണ്. അതിനെ ഒരുത്തൻ സംസാരിച്ച വിവരമറിയ തക്കവണ്ണമാണ്. ഒരു പവർ സോഴ്സ് ആയി മാറാൻ തുടങ്ങി. ഒരു പവർ സോഴ്സ് ആയി മാറാൻ തുടങ്ങി. യേശുവിൻ നാമത്തിൽ നിന്റെ ഏകത്തെ പ്രയോജനം ചെയ്യുകയാണ്. വിശ്വസിച്ച് പരിശുദ്ധിയെ പകർന്നു പകർച്ചിരുന്ന തുടർന്ന് ഒരാളുടെ ശക്തിയാണ്, ഒരു അഭിഷേകമായി അറിയപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ അതിന്റെ കുറുകെ പാലം പണിതു. ഇപ്പോഴാ നദിക്കത്ത് ഡാം പണിതു. ഇപ്പൊ നദിയിൽ നിന്ന് അവൻ എനർജി സാധനം ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. പല പല പരിപാടികളായിട്ട് മാറാൻ പോവുകയാണ്. നിന്റെ കാൽക്കുലേഷൻ പോലൊന്നും അതിൽ നടക്കാൻ പോകുന്നത്. നിങ്ങളെ വിളിക്കാത്ത വമ്പൻ പാക്കേജുകളുണ്ടെന്ന് പരിശുദ്ധ പറയുന്നത്. നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത, നീ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭയങ്കര പാക്കേജുകൾ ദൈവത്തിന്റെ ആത്മാവിന് നിന്റെ വിളിക്കാത്തുണ്ടെന്ന് ആത്മാവിനെ വിശ്വസിക്കുക. ഇത് ഷഫീലിൽ മാത്രം ഒതുങ്ങത്തില്ല ഈ നദി. ഇത് ഏതൊക്കെയോ കൊച്ചു സിറ്റികളിൽ മാത്രം ഒഴുകത്തില്ല. ഇവർ കർത്താവിന്റെ വരവ് താമസിക്കും.
ഒരു ടേബിൾ ടെന്നീസിന്റെ കോർട്ട് പോലെയുള്ള ആമേൻ ഒരു